നമ്മളിൽ പലർക്കുമുള്ള സംശയങ്ങളാണല്ലേ, എന്നും തലയിൽ എണ്ണ തേക്കണോ, എന്നും തല കഴുകണോ, അതുപോലെ തന്നെ തലയിൽ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂസ് തേക്കണോ, അല്ല എങ്കിൽ മുടി കൊഴിച്ചിലിന് നാച്ചുറൽ പ്രോഡക്റ്റ് ആണോ നല്ലത് എന്നിങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകാറുണ്ടല്ലേ. ആദ്യം തന്നെ നമ്മുടെ തലയിൽ ചെയ്തു കൂടാത്ത കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. മിക്കവാറും ആൾക്കാർ ഡെയിലി ഷാമ്പൂസ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നത് കേൾക്കാം അല്ലേ. അവരുടെ സ്കാൽപ്പ് പെട്ടെന്ന് ഓയിലി കണ്ടീഷൻ ആകുന്നു എന്ന് കരുതിയിട്ടാണ് ഷാമ്പൂസ് ഉപയോഗിക്കുന്നത്. പക്ഷേ എല്ലാ ദിവസവും നമ്മൾ ഷാമ്പൂസ് ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് സത്യം. ഷാമ്പൂസിൻ്റെ ആകെയുള്ള ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലയിലുള്ള എക്സസ് ആയിട്ടുള്ള ഓയിൽ അല്ല എങ്കിൽ സ്കാൽപ്പിലെ അഴുക്കുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുക എന്ന ഒരു ധർമ്മം മാത്രമാണ് നമ്മുടെ ഷാമ്പൂസ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ഷാമ്പൂസിൻ്റെ വീര്യം, കളർ, മണം എന്നിവയൊക്കെ കൂടുന്തോറും ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കെമിക്കൽസിൻ്റെ അളവും കൂടുതലായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം കേട്ടോ. കൂടുതൽ കെമിക്കൽസ് നമ്മുടെ തലയിലായാലും നമ്മുടെ സ്കിന്നിനായാലും എത്തുന്നത് ഒരു കാരണവശാലും നല്ലതല്ല കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസമായിട്ട് ഷാമ്പൂസ് ഉപയോഗിച്ച് കഴുകുന്നത് നമുക്ക് പരിമിതപ്പെടുത്താം. പക്ഷേ എന്നും തല കഴുകണം എന്ന് പറയുമ്പോൾ അങ്ങനെ കഴുകാൻ വേണ്ടിയിട്ടുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാകും കേട്ടോ. ഇപ്പോൾ ഒരുപാട് ചെളി, പൊടി, വിയർപ്പ് എന്നിവയൊക്കെ ഉള്ളവർ സാധാരണയായി ഷാമ്പൂസ് ഡെയിലി ഉപയോഗിക്കാറുണ്ട് അല്ലേ. അങ്ങനെയുള്ളവർ നമ്മുടെ ഷാമ്പൂസ് അവോയ്ഡ് ചെയ്തിട്ട് ചെമ്പരത്തിയുടെ ഇലയും പൂവും അരച്ച് പിഴിഞ്ഞെടുത്ത് ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ ഒരു 3-4 ദിവസം ഇരിക്കും കേട്ടോ. അങ്ങനെ കഠിനമായിട്ടുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാർക്ക് അത് നല്ലൊരു യൂസായിട്ട് വരുന്ന ഒരു സാധനമാണ്. നമുക്ക് ആവശ്യത്തിനെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വച്ചതിന് ശേഷം ആവശ്യത്തിന് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് തലമുടി നല്ല രീതിയിൽ കഴുകി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അത്രയും നിർബന്ധം, അതായത് ഷാമ്പൂസ് ഉപയോഗിക്കണമെന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ മൈൽഡായിട്ടുള്ള ഷാമ്പൂസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബേബി ഷാമ്പൂസ് ഉപയോഗിക്കാം. മൈൽഡായിട്ടുള്ള ഷാമ്പൂസ് എന്ന് പറയുമ്പോൾ സൾഫേറ്റ് ചെയ്ത ഷാമ്പൂസ് ആണെന്ന് ഓർക്കണം കേട്ടോ. അതുപോലെ തന്നെ മൈൽഡായിട്ടുള്ള ഷാമ്പൂസ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മറ്റൊരു വഴിയുണ്ട്. പത കുറവുള്ള ഷാമ്പൂസാണ് മൈൽഡായിട്ടുള്ള ഷാമ്പൂ കേട്ടോ. ചിലർ വിചാരിക്കും പത കൂടുതലുള്ള ഷാമ്പൂസാണ് നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് വർക്ക് കിട്ടുന്നതെന്ന്. പക്ഷെ അങ്ങനെയല്ല. നമ്മളുടെ പത കുറഞ്ഞ ഷാമ്പൂസാണ് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂസ് കേട്ടോ. അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിൻ്റെ ടൈപ്പ് എന്താണെന്ന് അറിയാതെ നമ്മൾ തലയിൽ പല പല പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. എക്സാമ്പിളായിട്ട് ഒരു ഡ്രൈ ഹെയർ ആയിട്ടുള്ള ആളാണെങ്കിൽ നമ്മൾ എപ്പോഴും കെമിക്കൽസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. കെമിക്കൽസ് ഒഴിവാക്കിയില്ല എങ്കിൽ ഓയിലി ഹെയർ ഉള്ളവരെ അപേക്ഷിച്ച് ഹെയർ ഡാമേജ് കൂടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് കേട്ടോ. ഒരു 70 മുതൽ 80% ആൾക്കാർ ഈ കാലഘട്ടത്തിൽ ഹെയർ കളർ ചെയ്യുന്ന ആൾക്കാരാണല്ലേ. നമ്മുടെ ഹെയർ ഡൈ മാത്രമല്ല കേട്ടോ, മുടിയുടെ നിറം ഫാഷൻ അനുസരിച്ച് മാറ്റുന്നവരും ധാരാളമുണ്ട്. ഇതൊക്കെ കാണാൻ ആദ്യം നല്ല ഭംഗിയായിരിക്കും. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് മുടിക്ക് ഡാമേജ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് തുടങ്ങും കേട്ടോ. ഇങ്ങനെ കളറൊക്കെ ധാരാളമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കളറൊക്കെ ചെയ്യുന്ന ആൾക്കാർ പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ പറയാറുണ്ട്, എന്താ പറയുക, മുടി പൊട്ടി പോകുന്നു, ഇതെനിക്ക് വെട്ടിക്കളയാതെ നിവർത്തിയില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ഒരു ഹെയർ കളർ ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഷാമ്പൂസും കണ്ടീഷണറും ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ കളറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അല്ല എങ്കിൽ അതിൻ്റെ ക്യൂട്ടിക്കലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയറിന് വേണ്ടിയിട്ടുള്ളത് പ്രത്യേകിച്ച് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അല്ല എങ്കിൽ ആ കളറും നിലനിൽക്കില്ല കേട്ടോ, നമ്മുടെ ഹെയറും ഡാമേജ് ആകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചൂടുവെള്ളം തലയിൽ കഴുകാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. മിക്കവാറും ഈ മഴ സമയങ്ങളിൽ കുറച്ച് ആൾക്കാർക്ക് കുളിക്കാൻ മടിയാണല്ലേ. അങ്ങനെയുള്ളവർ ചൂടുവെള്ളത്തിലായിരിക്കും കുളിക്കുന്നത്. സാധാരണഗതിയിൽ ദേഹത്ത് ഉപയോഗിക്കുന്ന വെള്ളം പോലും ഇളം ചൂടുള്ള വെള്ളമാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് പറയുന്നത്. ഒരുപാട് തണുത്ത വെള്ളവും ഒരുപാട് ചൂടുവെള്ളവും നമ്മുടെ ശരീരത്തിനും മുടിക്കും നല്ലതല്ല കേട്ടോ. ചൂടുവെള്ളം ഉപയോഗിച്ച് തല കഴുകിയാൽ നമ്മുടെ മുടി പൊഴിയുകയും അതുപോലെ തന്നെ അകാല നിര വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യമാണ് മുടി കൊഴിയുന്നത് കാരണം ഹെയർ ഫോളിക്കിൾ ഡാമേജ് ആവുകയും മുടി ആ ഫോളിക്കിളിൽ നിൽക്കാതെ വരികയും കൊഴിഞ്ഞു പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു അവസ്ഥ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മൾ രാജസ്ഥാനിലും മണിപ്പൂർ, യുപിയിലൊക്കെ ആയിരുന്ന സമയത്ത് തണുപ്പ് ഒട്ടും തന്നെ സഹിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല കേട്ടോ. തണുപ്പ് സമയങ്ങളിലാണ് തണുപ്പ് ഒട്ടും സഹിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ആ സമയത്ത് നമ്മൾ കുളിക്കുകയാണെങ്കിൽ ചൂടുവെള്ളവും തണുത്ത വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കുളിക്കുന്നത് കേട്ടോ. ആ സമയത്ത് ധാരാളം ഹെയർ ഫോൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ ബലം കുറയുകയും ചെയ്യും കേട്ടോ. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഒരു പിടിക്കിഞ്ഞ് പോരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതല്ല, അങ്ങനെ പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷമാണ് ഇത്ര ഒന്ന് കൺട്രോളായിട്ട് നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ ഒന്ന് കൺട്രോളായിട്ടിരിക്കുന്നത്.
അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ വലിയ വലിയ മുടി മാത്രമല്ല കേട്ടോ പൊഴിഞ്ഞു പോകുന്നത്, ചെറിയ ചെറിയ മുടികൾ, അതായത് പുതിയതായിട്ട് വരുന്ന ബേബി ഹെയർസ് വരെ പൊഴിഞ്ഞു പോകേക്കാം കേട്ടോ. അതുകൊണ്ട് ഒരു കാരണവശാലും തല കഴുകാൻ ചൂടുവെള്ളം ഉപയോഗിക്കുന്നത് നല്ലതല്ല കേട്ടോ. മുടി കൊഴിഞ്ഞു പോകുന്നതിനോടൊപ്പം തന്നെ മുടി നല്ല ഡ്രൈ ആവുകയും ചെയ്യും കേട്ടോ. നാച്ചുറലി നമ്മുടെ മുടിയിലുള്ള ഓയിലിനെ കഴുകിക്കളഞ്ഞ് ക്യൂട്ടിക്കിളും സ്കാൽപ്പും ഡ്രൈ ആകാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ് കേട്ടോ. അതുപോലെ തന്നെ തലയോട്ടിയിൽ എണ്ണ തേക്കുന്നത് ചിലരൊക്കെ പറയാറുണ്ട് തലയോട്ടിയിൽ എണ്ണ തേക്കാനേ പാടില്ല എന്ന്. അങ്ങനെയല്ല കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് മാറാൻ മുടിയിലും അതായത് സ്കിന്നിലെ പോലെ തന്നെ ഡ്രൈനെസ് നമ്മുടെ സ്കാൽപ്പിലും ഉണ്ടാകാറുണ്ട് അല്ലേ. അപ്പോൾ സ്കാൽപ്പിലും മുടി ഇഴകളിലും എണ്ണ തേച്ച് കുളിക്കുന്നത് നല്ലതാണേ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാംപൂസ് അമിതമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്ന്. ഷാംപൂസ് ഞാൻ പറയുന്ന രീതിയിൽ തേച്ച് കഴിഞ്ഞാൽ തലയിൽ ഒരു മുടി പോലും കാണില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. മുടി സൂക്ഷിക്കാൻ മുടിയിൽ നല്ല രീതിയിൽ എണ്ണയിട്ട് മസാജ് ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. ഇതിന് ശേഷം എപ്പോഴും മൈൽഡായിട്ടുള്ള ഷാമ്പു ഇട്ട് കഴുകാനും എല്ലാ വീഡിയോസിലും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പറയുന്നതുമായിരിക്കും. മുടി കഴുകുന്നതിന് നാം വരുത്തുന്ന തെറ്റുകൾ പലപ്പോഴും മുടിയുടെ ആരോഗ്യത്തെ ബാധിക്കും കേട്ടോ. ഷാമ്പു ഇടുമ്പോൾ ചിലത് ശ്രദ്ധിക്കണം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ചിലർ മുടി കെട്ടി വച്ചിട്ട് അതുപോലെ പോയി ഷാമ്പു ഇട്ട് മുടി കഴുകാറുണ്ട്. അത് നമ്മൾ കഴുകുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കുക. മുടി എപ്പോഴും ചീകി വൃത്തിയാക്കി ജട കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ മുടി കഴുകാൻ വേണ്ടിയിട്ട് പോകാനും അതിനോടൊപ്പം ഷാംപൂസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും കേട്ടോ. കുളിക്കാൻ പോകുമ്പോൾ വേഗത്തിൽ തലമുടി അഴിച്ചിട്ട് കഴുകാൻ പാടില്ല കേട്ടോ. രാത്രി കിടക്കുന്നതിന് മുമ്പും മുടിയുടെ ജട മാറ്റേണ്ടത് ഏറെ നല്ലതാണ് കേട്ടോ. ഇത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. തലമുടിയിൽ ഷാമ്പു ഒരിക്കലും നേരിട്ട് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. വെള്ളത്തിൽ ചേർത്ത് നന്നായി വീര്യം കുറച്ച ശേഷം വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. കെമിക്കലുകളുള്ള ഷാമ്പു നേരിട്ട് മുടിയിൽ ഉപയോഗിക്കുന്നത് മുടി പൊട്ടിപ്പോകാനും കൊഴിയാനും സാധ്യത വളരെ കൂടുതലാണേ. അതുപോലെ തന്നെ നമ്മുടെ ഹെയറിൻ്റെ ടൈപ്പ് ഏതെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഷാമ്പൂസുകൾ തിരഞ്ഞെടുക്കാൻ. ഷാമ്പൂസ് മാത്രമല്ല ഹെയർ കണ്ടീഷണറും തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഷാമ്പു ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റായിട്ടും ഹെയർ കണ്ടീഷണർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഷാമ്പൂസ് നമ്മുടെ തലയോട്ടിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, അതായത് സ്കാൽപ്പിലെ ഡേർട്ട് കളയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഷാമ്പൂസ്. പക്ഷേ കണ്ടീഷണർ നമ്മുടെ സ്കാൽപ്പിൽ ഉപയോഗിക്കാനുള്ളതല്ല, നമ്മുടെ മുടി ഇഴകളിൽ, അതായത് മുടിയുടെ പകുതി ഭാഗത്തു നിന്ന് താഴോട്ടാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മറക്കരുത്. അതുകൊണ്ട് ഷാമ്പൂസ് വാരി മുടി ഇഴകളിലും മുടി ഇഴയിലിടാണ്ട് കണ്ടീഷണർ വാരി സ്കാൽപ്പിലും ഇട്ട് കഴിഞ്ഞാൽ മുടിയുടെ ആരോഗ്യം ഇല്ലാതാകും കേട്ടോ. അതൊരിക്കലും ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അതുപോലെ തന്നെ ഷാമ്പൂസും കണ്ടീഷണറും നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അമിതമായിട്ട്, അതായത് നമ്മുടെ മുടിക്ക് ആവശ്യമില്ലാത്ത അളവിൽ കൂടുതൽ ഷാമ്പൂസും കണ്ടീഷണറും നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലതല്ല കേട്ടോ. അതുകൊണ്ട് നമ്മുടെ മുടിക്കും സ്കാൽപ്പിന് ആവശ്യമായിട്ടുള്ള ഷാമ്പൂസും കണ്ടീഷണറും മാത്രം തിരഞ്ഞെടുക്കുക. ഷാമ്പൂസ് ഇട്ട് കഴിഞ്ഞാൽ കണ്ടീഷണർ ഉപയോഗിക്കുക. അതിനുപരിയായിട്ട് കുറച്ച് വെളിച്ചെണ്ണ, നാടൻ വെളിച്ചെണ്ണ നമ്മുടെ മുടി ഇഴകളിൽ ഷാമ്പൂസ് ഇട്ട് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മുടിയുടെ വരൾച്ച മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ മുടി ചിലപ്പോൾ ഷാമ്പൂസൊക്കെ ഇടുന്ന സമയത്ത് ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ചെറുതായിട്ട് പിടിക്കുമ്പോൾ അത് തടയാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു ടിപ്പായിട്ട് കാണാം.